അമ്മായിയമ്മ മരുമകനോട് പറഞ്ഞു, മോനെ, നീ സൂക്ഷിച്ച് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. എന്തായാലും നമുക്കിന്ന് ഉണ്ണികൃഷ്ണൻ്റെ മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. യഥാർത്ഥ പേരല്ല. എനിക്ക് 29 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. ഞാനും ഭാര്യയും കൂടെ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേ ഡൽഹിയിലേക്ക് പോയി. അവിടെ വൈഫിന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഫ്ലാറ്റിലിരുന്നു. ഞാൻ ജോലിക്ക് പോയി. ഞങ്ങളുടെ മധുവിധുമെല്ലാം അവിടെയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നല്ല സ്നേഹം തന്നെയായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്ക് ജലദോഷവും തുമ്മലും സ്ഥിരമാകാൻ തുടങ്ങി. പിന്നീട് ശ്വാസമുട്ടലും. ഡൽഹിയിലെ പൊള്യൂഷനെ പറ്റി മാഡം കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാകുമല്ലോ. എന്തായാലും അങ്ങനെയായപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തലേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിലെത്തി. എങ്കിലും ഈ അടുത്ത കാലത്ത്, അതായത് 8 മാസത്തിന് മുമ്പാണ് ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിലായത്. അവിടുത്തെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇവിടെ വന്ന് ഞാൻ പുതിയൊരു സ്ഥാപനം തുടങ്ങി. ക്യാഷിന് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഫാമിലിയല്ല ഞങ്ങളുടേത്. എങ്കിലും എനിക്ക് നല്ലൊരു ജോലി കിട്ടിയത് കൊണ്ടാണ് അങ്ങോട്ട് പോയത്. ഭാര്യയുടെ ബുദ്ധിമുട്ട് കണ്ട് ഇനിയിപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായില്ലെങ്കിലോ എന്നൊക്കെ പേടിച്ചാണ് ഞാൻ നാട്ടിലേക്ക് വന്ന് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയത്. ഇതിനിടയ്ക്ക് എൻ്റെ അനുജൻ കല്യാണം കഴിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവൻ കല്യാണം കഴിച്ചത്. ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് താമസം ആരംഭിച്ചപ്പോൾ അവളും എൻ്റെ ഭാര്യയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളായി. ചുരുക്കം പറഞ്ഞാൽ അവിടെ ജീവിച്ചാൽ മനസ്സമാധാനം നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ഫ്ലാറ്റ് എടുത്ത് മാറി താമസിക്കാമെന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു. നഗരത്തിൽ താമസിക്കുമ്പോൾ അതാണല്ലോ സൗകര്യം. അപ്പോഴുണ്ട് എൻ്റെ അമ്മായിമ്മ ഇടംകൊലിട്ടു. എടാ, ഈ വീട്ടിൽ ആരുമില്ല, ഞാൻ തനിയാണ് താമസിക്കുന്നത്. പിന്നെ ജോലിക്കാരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റില്ല. പണം ഉണ്ടെന്ന് വെച്ച് അഹങ്കാരം കാണിക്കരുത്. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സഹായമാകും. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെയും അവൾക്ക് അസുഖം കൂട്ടാൻ വേണ്ടി നഗരത്തിൽ പോയി താമസിക്കുകയാണ്. ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് എന്നോട് വഴക്കിട്ടു. അപ്പോൾ വൈഫിനോട് ചോദിച്ചപ്പോൾ, എന്നാൽ പോയി നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാം, നല്ല സൗകര്യങ്ങളുണ്ടല്ലോ, എന്തായാലും വീട് എനിക്ക് തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ മടിച്ചാണെങ്കിലും ഞാൻ അവിടെ പോയി. അമ്മായിമ്മയും ഞാനും കൂടെ ഫോണിലുള്ള ബന്ധങ്ങളാണ് കൂടുതൽ. കൂടി വന്നാൽ 10 ദിവസമോ മറ്റോ ഞങ്ങൾ വന്ന് താമസിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അവരുമായി വലിയ അടുപ്പമൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ പോകാൻ എനിക്കൊരു മടിയായിരുന്നു. എന്നാലും സാഹചര്യം ഇതായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് താമസം മാറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ നന്നായി സൽക്കരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ അറിഞ്ഞാണ് അവിടെ അമ്മായിമ്മ എല്ലാം ചെയ്തു കൂട്ടിയത്. ഫുഡാണെങ്കിലും ഞങ്ങളുടെ വസ്ത്രങ്ങളാണെങ്കിലും മുറിയാണെങ്കിലും ഇതൊന്നും പറയണ്ട, എല്ലാം നീറ്റ് ആൻഡ് ക്ലിയറായി ഞങ്ങളെക്കാൾ സൂക്ഷിക്കാൻ അവർ മിടുക്കിയാണ്. ഒരു കാര്യത്തിൽ ഇടപെടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിനേക്കാൾ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ അവിടെ കിട്ടി. എൻ്റെ അമ്മായിമ്മ ഇത്രയും മിടുക്കിയാണെന്നും ഇത്രയും കൺസിഡറേഷൻ കാണിക്കുമെന്നും ഞാൻ വിചാരിച്ചില്ല. അവർ ശരിക്കും ഒരു ഉരുക്ക് വനിതയായി എനിക്ക് തോന്നി. അല്ലെങ്കിലും ഭർത്താവ് മരിച്ച ശേഷം 2 മക്കളെയൊക്കെ വളർത്തി അവർ സമാധാനത്തോടുകൂടി ജീവിച്ചല്ലോ. അവരിൽ ദുഃഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും സന്തോഷവതിയാണ്. എൻ്റെ വീട്ടിൽ താമസിച്ചതിനേക്കാളും ഡൽഹിയിൽ താമസിച്ചതിനേക്കാളും ഒക്കെ സന്തോഷമായിരുന്നു ആ വീട്ടിൽ താമസിക്കുക. അവിടെ ഒരു ജോലിക്കാരിയുണ്ട്, വിമല ചേച്ചി. പുള്ളിക്കാരിയും ഞങ്ങൾ രണ്ടുപേരെയും കാര്യമായിട്ടാണ് നോക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിളായ സ്ഥലത്തെത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് നല്ലൊരു തീരുമാനമായിരുന്നു. പിന്നെ കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഉടനെ തന്നെ അമ്മായിമ്മ പറഞ്ഞു, എടി, നീ വെറുതെ വീട്ടിലിരിക്കണ്ട, എന്തെങ്കിലും ജോലിക്കൊക്കെ പോ. ആ സമയത്ത് നിനക്ക് വലിയ ബോറടിയൊന്നും തോന്നില്ല. പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ, ഡോക്ടറൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടി ദൈവവുമായിട്ട് അടുക്കണം. അമ്പലങ്ങളിലും മറ്റും പോകണം, വഴിപാട് ചെയ്യണം. ഞാൻ 3-4 ഇടം കണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞ് ഞാൻ തലയാട്ടി. ആദ്യം അടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഞങ്ങൾ വഴിപാടുകൾ സമർപ്പിച്ചത്. പിന്നീട് ദൂരെയുള്ള സ്ഥലത്ത് പറഞ്ഞു. അതെന്തായാലും 2 ദിവസം എടുക്കും. അങ്ങനെ പോകാൻ വേണ്ടി ഫിക്സ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഭാര്യയുടെ ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. പക്ഷേ എന്താണെന്നറിയില്ല, അപ്രതീക്ഷിതമായി മിറക്കിൾ പോലെ അവൾക്ക് അങ്ങനെ ഡേറ്റായി. പോകാൻ പറ്റില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്തായാലും പോകാതിരിക്കണ്ട, വഴിപാടൊക്കെ നിശ്ചയിച്ചതല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിമ്മയും ഞാനും കൂടെയാണ് അങ്ങോട്ട് പോയത്. 8 മണിക്കൂർ ദൂരമുണ്ട്. അവിടെ ചെന്ന് വഴിപാടൊക്കെ ചെയ്യാൻ വേണ്ടി തലേദിവസമേ പോകണം. അങ്ങനെ വൈഫിനെ ജോലിക്കാരി ചേച്ചി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്രയായി.
വഴിയിലുടനീളം അമ്മായിമ്മേനോട് പല കാര്യങ്ങളും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നല്ല ജോലിയായിരുന്നു. ഇടയ്ക്കിറങ്ങി വിശ്രമിച്ചും ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ ചെന്നു. പിന്നെ ലോഡ്ജിൽ മുറി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് മുറിയാണ് പറഞ്ഞത്. പക്ഷേ അമ്മ ഉടൻ ചാടി വീണു. എന്തിനാ മോനെ 2 മുറി? എനിക്കും അപരിചിതമായ സ്ഥലത്ത് തനിയെ കിടക്കാൻ പേടിയാണ്. ലോഡ്ജിലൊന്നും ഞാനങ്ങനെ താമസിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും വലിയൊരു റൂം അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യാനാണ്? ഞങ്ങൾ 2 പേരും ഒരു മുറിയിലേക്ക് ചേക്കേറി. അമ്മ പോയി കുളിച്ചു. എന്നിട്ട് സെറ്റ് സാരി എടുത്തു വന്നു. എന്താ അമ്മേ, അമ്മ അമ്പലത്തിൽ പോകുന്നുണ്ടോ? വേഗം നീ കുളിച്ചു വാ. അമ്പലം അടച്ചു കാണാതിരിക്കും, നമുക്ക് നോക്കാം. ഇപ്പോൾ 7:30 ആയില്ലേ, 8 മണിയൊക്കെ ആകുമ്പോഴേ അമ്പലം അടയ്ക്കുള്ളായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ട്. അമ്പലത്തിന് എന്തോ വിശേഷമുണ്ട്. അമ്പലത്തിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആ മുറ്റത്ത് നിന്ന് എല്ലാം കണ്ടു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അമ്മ പറഞ്ഞു, വാടാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യാം. അമ്മ നാളെ ചെയ്താൽ പോരെ? ഓ അത് വേണ്ടടാ, കാര്യം നാളെ നമുക്ക് വഴിപാട് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോകാം. അങ്ങനെ അമ്മയുടെ കൂടെ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങി. അമ്മ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ പെൺപിള്ളെ വിളിക്കുക, വീഡിയോ കോളിൽ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ വാങ്ങിക്കുക. അമ്മ അങ്ങ് വാങ്ങിച്ചാൽ മതി. അതെങ്ങനെയാണ് ഞാൻ വാങ്ങിക്കുന്നത്? നിന്റെ പെൺപിള്ളയെ നീ വിളിക്കുക, എന്നിട്ട് അവളെ വീഡിയോ കോളിൽ ഇതെല്ലാം കാണിക്കുക. അവൾക്ക് ഇഷ്ടമുള്ളത് നീ തന്നെ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഞാൻ വാങ്ങിച്ചു കൊടുത്താൽ അതിനൊരു ഭംഗിയില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ അവളെ വിളിച്ചു. കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ അമ്മേനോട് പറഞ്ഞു, എടാ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭാര്യയെ ആദ്യം ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇഷ്ടം. നീ എന്നിട്ട് അത് ആലോചിച്ചില്ലല്ലോ. ഇവിടെ വന്ന് സ്ത്രീകൾക്കുള്ള ഇത്രയും സാധനം കണ്ടിട്ടും നിന്റെ ഭാര്യയെ വിളിച്ച് നീ എന്തെങ്കിലും പറഞ്ഞോ? അമ്മേ ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. അവളാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തനിയെ വാങ്ങിക്കിയ പതിവ്. എടാ ആണുങ്ങൾ ഇങ്ങനെയാകരുത്. പെണ്ണുങ്ങളെ കൂടുതൽ കൺസിഡർ ചെയ്യണം. അതോ എൻ്റെ മോൾക്ക് കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് നിനക്ക് അവളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടോ? അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? കുട്ടികൾ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, അതൊന്നും ഞങ്ങൾക്കിടയിൽ പ്രശ്നമല്ല. ഞങ്ങൾ നല്ല സൂപ്പറായിട്ടാണ് പോകുന്നത്. അപ്പം അമ്മ എന്നെ നുള്ളി. അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ റൂമിലേക്ക് കയറാൻ നേരത്ത് അമ്മ എന്നോട് ചോദിച്ചു, എടാ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ചെയ്യുമോ? ആരുടെങ്കിലും നീ പറയുമോ? എന്താ അമ്മേ? എനിക്കാണെങ്കിൽ ഒരു ബിയർ കുടിക്കാൻ തോന്നടാ. പണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ദൂരയാത്ര പോകുമ്പോൾ ഞാൻ ബിയർ കുടിക്കുമായിരുന്നു. നാട്ടിലെങ്ങും അത് പറ്റില്ല. നിനക്കറിയാമല്ലോ തറവാട്ട് മഹിമ. ഇപ്പോൾ എനിക്ക് ബിയർ കുടിക്കാൻ തോന്നുന്നു. അമ്പലത്തിനടുത്ത് എവിടെ അമ്മേ ബാറും ബിയറും ഒക്കെ? നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. ഇത് വേറൊരു സ്ഥലമല്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്ത പോലെ ഒന്നും അല്ലല്ലോ. നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ നോക്കഴിഞ്ഞപ്പോഴേക്കും 1 കിലോമീറ്റർ അകലെയായി ഒരു ബാറുണ്ട്. ബിയർ എന്തായാലും കിട്ടും. അങ്ങനെ ഞാൻ പോയി ബിയർ വാങ്ങിച്ചോണ്ട് വന്നു. അമ്മ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം ചില സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല. ഇവിടെ വരുമ്പോൾ ഒരു ബിയർ അത് കഴിച്ചാൽ എന്താ? നാളെ അമ്പലത്തിൽ പോകേണ്ടതാ. അത് നാളെയല്ലേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്ന് റൂമിൽ വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലമ്മേ അമ്മ ഭയങ്കര തത്വമൊക്കെ പറയുന്നതാണല്ലോ, നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതെങ്ങനെയാ? എടാ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അഭിനയിച്ച് നമ്മൾ പറയേണ്ടി വരും. സത്യവതികളായി അഭിനയിക്കേണ്ടി വരും. നീയും മാന്യനായിട്ട് അഭിനയിക്കുകയാണെന്ന് ഞാൻ പറയും. അമ്മ അങ്ങനൊന്നുമല്ല ഞാൻ. അല്ലെങ്കിലും എന്തായാലും നമ്മൾ കുറേ കള്ളത്തരങ്ങളൊക്കെ പറയും. നിലനിൽക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും കാണിക്കും. എല്ലാവർക്കും കള്ളത്തരങ്ങളുണ്ട്, എനിക്കുമുണ്ട്. നമ്മുടെ നാട്ടിൽ ആ ഇമേജേ പറ്റിക്കുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ വല്ല ഗോവയിലോ അമേരിക്കയിലോ ആയിരുന്നെങ്കിൽ അവിടുത്തെ പോലെ നടന്നേനെ എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റായി നടക്കുന്ന പുരാണങ്ങൾ പറയുന്ന അമ്മയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ മോഹങ്ങളുണ്ട്. മോഹങ്ങളില്ലാത്തവർ ആരാടാ? സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ ഓരോ രീതിയിലാക്കുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ രീതി, അവിടെ ചെന്നാൽ അവിടുത്തെ രീതി, അത്രയേ ഉള്ളൂ. ഇവിടെ നടക്കുന്നത് ആരറിയാനാ? നീ പറഞ്ഞെങ്കിൽ മാത്രമേ ആരെങ്കിലും അറിയൂ. അതുകൊണ്ട് ഞാൻ ഈ ബിയർ ഒന്ന് സമാധാനമായി കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു. ആ അമ്മ സമാധാനമായി കുടിക്ക്, റിലാക്സ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ബിയർ എടുത്ത് മടമടാന്ന് കുടിച്ചു. ഞാൻ പറഞ്ഞമ്മ ഇങ്ങനെയല്ല, വളരെ പതുക്കെ പതുക്കെ സിപ്പ് ചെയ്ത് ദേ ഈ ചിപ്സൊക്കെ എടുത്ത് കഴിച്ച് പതുക്കെ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വയറ് മൊത്തം കാളും. അത് മാത്രമല്ല ചിലപ്പോൾ ഛർദ്ദിക്കാൻ തോന്നും. ഒന്ന് പോടാ, എനിക്ക് അങ്ങനൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് കുടിക്കണം. ആ എന്നാൽ കുടിക്ക്, ഒരു പ്രശ്നവുമില്ല. നാളെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മറ്റന്നാളിൽ പോയാൽ മതിയെന്ന്. ആ അങ്ങനെ അവിടെ ചെന്നിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ പെട്ടെന്ന് അത് കുടിച്ച് തീർത്തു. ഞാനാണെങ്കിൽ അത് കണ്ട് രസിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ബിയർ ചെറുതായി കുടിച്ചു തുടങ്ങി. അമ്മ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എടാ എൻ്റെ മോള് ഒന്നും എന്നോട് തുറന്നു പറയില്ല. അവൾ ഈ മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടോ? പിന്നെ അവൾക്ക് 2 വക കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കും. പിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, അത്രയേ ഉള്ളൂ.
ഉള്ളൂ. എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അതെനിക്കറിയാം. എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടി മദ്യപിച്ച കാര്യം ഒരിക്കലും അവളോട് പറയരുത്. ഇത് മദ്യപാനൊന്നുമല്ലമ്മേ, ജസ്റ്റ് ബിയർ അല്ലേ, ഇതൊരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് വിചാരിച്ചാൽ മതിയെന്ന്. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെയും ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ ഭാവം മാറി. എന്നിട്ട് കരയുകയാണ്. എന്താമ്മേ, അമ്മ ഫിറ്റായോ? പോടാ, ഞാൻ ഫിറ്റൊന്നും ആയില്ല. ഈ ഒരു ബിയറൊന്നും കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിറ്റാകില്ല. പിന്നെ അമ്മ എന്തിനാ കരയുന്നത്? എന്നാലും എൻ്റെ മോൾക്ക് കുട്ടികളുണ്ടായില്ലല്ലോ. എൻ്റെ മോൻ കല്യാണം കഴിച്ച് 2 കുട്ടികളായി. പക്ഷേ നിങ്ങൾക്ക് കുട്ടികളുണ്ടായില്ലോ മോനെ. എൻ്റെ മോളുടെ കുഴപ്പമാണെന്ന് എനിക്കറിയാം. നിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ലെന്നും എനിക്കറിയാം. അതെന്താമേ? എനിക്ക് പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി കുറവായിരുന്നല്ലോ. അതൊന്നും സാരമില്ല. ആ കുറവൊക്കെ വലിയ പ്രശ്നമൊന്നുമല്ല. ആണുങ്ങൾക്ക് അത്തരം കുറവുണ്ടെങ്കിലും പെട്ടെന്ന് പെണ്ണുങ്ങൾക്കെല്ലാം ഓക്കെ ആകും. പക്ഷേ എൻ്റെ മോൾക്കല്ലേ മോനെ കുറവ്. അവൾക്ക് കുറവൊന്നുമില്ലല്ലോ. അവളുടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ ഹോർമോണൽ ചേഞ്ചസ് ആണെന്നാണ് പറഞ്ഞത്. അതൊന്നുമല്ലടാ, നിനക്കൊന്നും അറിയില്ല. എനിക്ക് നിന്നോടൊന്നും പറയാനും സാധിക്കില്ല. എൻ്റെ മനസ്സിപ്പോൾ വിങ്ങുകയാണ്. എന്താമേ, എന്തിന് പ്രശ്നമുണ്ടോ അവൾക്ക്? എന്തിന് അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ലടാ. ഞാൻ നിന്നോട് എങ്ങനെ പറയുന്നത്? എനിക്കിപ്പോൾ പറയാതിരിക്കാനും വയ്യ, പറയാനും വയ്യ. എന്നാലും അമ്മ പറ, ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും സംഗതിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പൊന്നുമോനെ, നിന്നോട് ഞാൻ പറയാം. ഈ കഥ കേട്ടിട്ട് നീ അവളെ ഉപേക്ഷിക്കരുതേ. അമ്മയ്ക്ക് നാവിൽ വന്ന് നിൽക്കാണ് ആ കഥ. അമ്മേ, മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ എന്താണെന്ന് വെച്ചാൽ പറയും. മോനെടാ, അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെക്കനുമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവസാനം അവൾക്ക് ഒരബദ്ധം പറ്റി. ആ ചെക്കനാണെങ്കിൽ അവളെ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ആശുപത്രി കൊണ്ടുപോയി എല്ലാം ശരിയാക്കിയെടുത്തു. എൻ്റെ മോൾക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചു. ആ പ്രശ്നം കൊണ്ടാണ് അവൾക്കിപ്പോൾ കുട്ടികളുണ്ടാകാത്തത് എന്ന് പറഞ്ഞ് അമ്മായിമ്മ എൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് നിന്നോടിത് പറയണമെന്നുണ്ടായിരുന്നു. കള്ളത്തരം പറഞ്ഞാണ് എൻ്റെ മകളെ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചത്. ഞാൻ ചെയ്തത് മഹാപാവമായി പോയി. എന്നിട്ടിപ്പോൾ ഞാൻ അമ്പലങ്ങൾ കയറി ഇറങ്ങുകയാണ്. എൻ്റെ പാപം കളയാനാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുട്ട എന്ന് പറഞ്ഞ് അവരെന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്കത് വലിയ ഷോക്കായിരുന്നു. എൻ്റെ ഭാര്യ ഒരിക്കൽ പോലും അങ്ങനൊരു പൂർവ്വകാമുകനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല. ഈ നടന്ന സംഭവങ്ങളും പറഞ്ഞിട്ടില്ല. അവൾക്ക് ഒന്നും അറിയില്ല, ആദ്യമാണല്ല എന്ന് പറഞ്ഞിട്ടാണ് വിവാഹ ദിവസം മുതൽ ഇന്ന് വരെ പെരുമാറുന്നത്. എനിക്കത് അവിശ്വസനീയമായിരുന്നു. അമ്മ പറഞ്ഞത് നേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, സത്യം സത്യം എൻ്റെ പൊന്നുമോൻ അവളെ ഉപേക്ഷിച്ച് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കാകെ ദേഷ്യമായി. കേട്ട സത്യത്തിന് മുന്നിൽ ഞാൻ പതറിയിരുന്നു. ഞാൻ മിണ്ടാതായി കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നോട് ചേർന്നിരുന്നു. നീ ക്ഷമിക്കണം, ഞാൻ സത്യം പറഞ്ഞപ്പോൾ നീ അവളെ ഉപേക്ഷിച്ച് പോകരുത്. ഞാൻ ഒരു സത്യസന്ധയായ സ്ത്രീയാണെന്ന് നീ മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് ഇറിറ്റേഷനും വിഷമവും കൂടി വന്നതേയുള്ളൂ. ഞാൻ ഉടനെ ഫോൺ എടുത്ത് ഭാര്യയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമ്മതിച്ചു. എൻ്റെ കയ്യിൽ നിന്നും പറ്റിയ ഒരബദ്ധമാണ്, എന്നെ വെറുക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഓഫാക്കി. എനിക്കത് വല്ലാത്ത ഷോക്കായിരുന്നു. ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മായിയമ്മയുടെ ആ ഒരു മറുമുഖം. പിന്നെ ബിയറിൻ്റെ കെട്ടല്ലേ, അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് ഒത്തിരി സോറി പറഞ്ഞു. ഞാൻ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ബോധത്തോടു കൂടി അവർ കരയാൻ തുടങ്ങി. അവസാനം ഞാൻ പറഞ്ഞു, ഇനി കഴിഞ്ഞത് കഴിഞ്ഞു, ഞാൻ സഹിക്കണോ സഹിക്കണ്ടയോ എന്ന് പിന്നെ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു വശത്തേക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കി. അമ്മായിമ്മ അപ്പുറത്തിരുന്ന് എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് അണച്ച് അവരും കിടന്നു. എനിക്ക് ഉറക്കമേ വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എൻ്റെ അടുത്തേക്ക് ചേർന്ന് വന്നിട്ട്, മോനെ, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്ത് നേരെയൊക്കെ എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ഡിസ്കസ് ചെയ്യാനാണെന്ന്? ഇനി എന്ത് പറയാനാ? എന്നാലും നീ അവളെ മനസ്സിലാക്കണം. ചെറുപ്പകാലത്ത് പറ്റിപ്പോയതാണ്. നീ എന്താ പുണ്യാളനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പുണ്യാളനല്ല. അതേപോലെയുള്ളൂ. സ്ത്രീകൾക്കാകുമ്പോൾ അബദ്ധം പറ്റും, പുരുഷന്മാർക്കാകുമ്പോൾ അബദ്ധം പറ്റാനൊന്നുമില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാറ്റിനും പിന്നിൽ ഒരു പുരുഷനാണെന്ന് നീ ഓർക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിവാഹത്തിന് മുമ്പ് എനിക്കും അനുഭവങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനുമെല്ലാം തുല്യരാണ്. അപ്പോൾ പിന്നെ അവളുടെ പേരിൽ ഞാൻ ബഹളം വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചാൽ പോരെ എന്നും എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ ഡിസ്കസ് ചെയ്തു, കുറേ തർക്കിച്ചു. അവസാനം ഒന്ന് നോർമലായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ്.
എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് നീ. ഞാൻ പോലും നിന്നെ നോക്കി കൊതിച്ചു പോകുന്ന സൗന്ദര്യം നിനക്കുണ്ടെന്ന്. അമ്മേ, ഇത് ഏത് നാടകത്തിലെ ഡയലോഗാ? അമ്മ ഏത് ട്രൂപ്പിൻ്റെ കൂടെ അഭിനയിക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചു. അല്ലടാ, നാടക ഡയലോഗല്ല എന്ന് പറഞ്ഞ് അമ്മ പതുക്കെ എൻ്റെ കൈവിരലെടുത്ത് തലോടാൻ തുടങ്ങി. ഞാൻ കൈ പിൻവലിച്ചപ്പോൾ നിനക്കെന്നോട് ഇപ്പോഴും പിണക്കമാണെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. നീ പിണങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ തെരി പിടിപ്പിച്ചു. എന്താ അമ്മയെ കാണിക്കുന്നത്? അമ്മയുടെ കെട്ട് ഇതുവരെ ഇറങ്ങിയില്ലേ? എൻ്റെ കെട്ട് ഇറങ്ങി, എല്ലാം ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അമ്മായിമ്മ ജസ്റ്റ് പാടാൻ തുടങ്ങി. മല്ലി സായക, നീ എൻ മനസ്സൊരു മായാമണ്ഡപമാക്കി, എന്നെ രതിദേവിയാക്കി എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് പാടാൻ തുടങ്ങി. അമ്മയ്ക്ക് എന്താ തലയിൽ കിളി പോയെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മ പറഞ്ഞു, എനിക്ക് കിളിയൊന്നും പോയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഒരു പ്രായശ്ചിത്തം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കിയെടുക്കുമെന്ന്. എന്താമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കൈവച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ ശരിയല്ല. അപ്പം അമ്മ പറഞ്ഞു, ശരികൾ എവിടെയാണെന്ന് ആർക്കറിയാം? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ശരി ഇവിടെയാണെന്നാണ് എന്ന് പറഞ്ഞ് അമ്മ പെട്ടെന്ന് കമിഴ്ന്ന് വീഴുകയായിരുന്നു. പക്ഷേ അമ്മയുടെ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതിനു മുമ്പ് തന്നെ അമ്മ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു കയറുകയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മ എന്നെ പ്രശംസകൾ കൊണ്ട് മൂടുകയായിരുന്നു. ഒളിഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയ കാര്യങ്ങളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ മുന്നേ ട്രൈ ചെയ്തേനെ എന്ന് പറഞ്ഞ് അമ്മ പൂച്ചയെപ്പോലെ മുരളുകയായിരുന്നു. അമ്മയ്ക്ക് സംസാരിക്കാൻ പിന്നീട് പറ്റിയില്ല. കാര്യം അമ്മയുടെ നാവ് ബന്ധനത്തിലായിരുന്നു. അവർ പണ്ട് വലിയൊരു മിടുക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. PhD കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ഭർത്താവ് മരിച്ചതോടുകൂടി അവർ ഒതുങ്ങിപ്പോയതാണോ അതോ സമൂഹത്തിന് മുന്നിൽ അവർ ഒന്നും അറിയിക്കാതെ ഏതൊക്കെയോ അജ്ഞാത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു എന്നൊന്നും അറിയുകയില്ല. പക്ഷേ അവർക്ക് എല്ലാം അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സർവ്വവിജ്ഞാന കോശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഉയർന്നു പൊങ്ങുന്ന ആഹ്ലാദ ആരവങ്ങളിൽ പൂരത്തിന് കൊടിയേറുകയും അവസാനം കുരവപ്പൂക്കൾ ചിന്നിച്ചിതറുകയും ചെയ്തു. അതോടുകൂടി എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ റിലാക്സ് ആയപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും ഇപ്പോൾ നീയും ഒരു തെറ്റുകാരനാണ്. എൻ്റെ മകളെ, നിനക്കൊന്നും പറയാൻ പറ്റില്ല. നീ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്തോണം. ഇപ്പോൾ നീ അങ്ങോട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നീ കുറ്റക്കാരനാകും. എൻ്റെ മകളുടെ കുറ്റം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു. ഈ അമ്മ പരിഹരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇത് പരിഹാരമല്ല. അമ്മ അതിർത്തികൾ ലംഘിക്കുകയായിരുന്നു. എടാ, ആ സമയത്ത് നിനക്ക് വേണമെങ്കിൽ നോ എന്ന് പറയാമായിരുന്നു. നിനക്കിറങ്ങിപ്പോകാമായിരുന്നു. ഒന്നുമില്ലാതെ നീ ഇതിലെല്ലാം ഓക്കെ പറയുകയായിരുന്നു. അതുകൊണ്ട് നിനക്കും പരിഹാരങ്ങൾക്ക് ഇനി അക്സെപ്റ്റൻസ് കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം മിണ്ടാതായി. പിന്നെ വെളുപ്പിനെ അമ്പലത്തിൽ പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയും പോയി കുളിച്ചു വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി വെളുപ്പിന് അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന്. എന്തിനാ 2 മണിക്കൂർ, ഇപ്പം പോയിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ 2 മണിക്കൂർ അവിടെ വിശ്രമം എന്ന് പറയുമ്പോഴേക്കും നമുക്കും നമ്മുടെ ലോകത്തേക്ക് ഒന്നുകൂടി പോയിട്ട് പോരാന്ന് പറഞ്ഞു. ഇനി വേണ്ട, പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങൾ പരിഹരിച്ചു എന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അതൊന്നുമല്ല, നീ എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്നവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പരിഹാരം നിനക്കിനി ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അമ്മ പിന്നെയും അതിർത്തികൾ ലംഘിച്ചപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. കാര്യം എൻ്റെ ജീവിതത്തിലെ മനോഹരമായ അനുഭവങ്ങളെ വേണ്ടാന്ന് വയ്ക്കാൻ എങ്ങനെ ആര് തയ്യാറാകും? അതോടുകൂടി ഞാൻ അവരുടെ കസ്റ്റഡിയിൽ ആയി എന്ന് പറയാം. അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേറെ 2 വ്യത്യസ്ത വ്യക്തികളായി മാറുകയായിരുന്നു. കൂടുതൽ അടുപ്പം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ പഴയ ബന്ധത്തിൻ്റെ രീതിയായിരുന്നില്ല ഇപ്പോഴുള്ളത്. ആടിയും പാടിയും ഭാര്യ അറിയാതെ ഞങ്ങൾ 2 പേരും കൂടി ഒന്നിച്ച് പലപ്പോഴും യാത്രകൾ മറ്റും ചെയ്തു. അതിലൊന്നും ഭാര്യ ഇടങ്കോലിട്ടില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ, അതായത് 3 ആഴ്ചകൾ മുമ്പ് ഭാര്യ എന്നോട് തുറന്നു പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കാരണം അമ്മ എന്നോട് പറഞ്ഞിരുന്നു,
എനിക്ക് ഒരു പ്രശ്നവുമില്ല. ജീവിതത്തിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതേത് രീതിയിൽ എങ്ങനെ മനസ്സിലേക്ക് എടുക്കണമെന്ന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ പിന്നീട് അമ്മയും മകളും കൂടെ എന്നോട് പറഞ്ഞു, ജീവിതമാകുമ്പോൾ എല്ലാം ഇരുവശവും നമ്മൾ ഒരുപോലെ കണ്ടു മുന്നോട്ട് പോകണമെന്ന്. ഇപ്പോൾ രണ്ട് വ്യക്തികളെ മാനേജ് ചെയ്തു പോകുന്ന ഒരു ആളാണ് ഞാൻ. ചിലപ്പോൾ അത് പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നും. ഇതുവരെയും കാര്യങ്ങൾ വളരെ സ്മൂത്താണ്. എങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് വല്ലാത്ത വിചിത്രമായ ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നും. പക്ഷേ എന്ത് ചെയ്യാനാണ്? കുറ്റബോധമാണോ അതോ ഒരു വല്ലാത്ത ഹൈപ്പാണെന്നൊന്നും എനിക്കറിയില്ല. ആകെക്കൂടെ ഞാൻ വേറൊരു സ്റ്റേജിലേക്ക് മാറി എന്ന് തോന്നുന്നു. എൻ്റെ മാനസികാവസ്ഥ ടോട്ടൽ മാറി. എല്ലാം ഞാനിപ്പോൾ വാനത്ത് പറന്ന് നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്കറിയാം ഇതിനൊരു മറുവശമുണ്ടെന്ന്. മാഡത്തിനിത് കേട്ടിട്ട് എന്താ തോന്നുന്നതെന്ന്. ഞാൻ പറയുന്നത് എന്തായാലും ഈ സമയത്ത് രണ്ട് വ്യക്തികൾക്കും ഓക്കെയാണ്, നിങ്ങൾക്ക് ഓക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് സദാചാരം പറയാൻ വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ബന്ധത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ശാശ്വതമാണോ അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, എല്ലാം സ്മൂത്തായിട്ട് പോകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം നന്നായിരിക്കുന്നിടത്തോളം കാലം നന്നായി പോകും. അത് കഴിഞ്ഞ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റൂ.